ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി അല്ലെങ്കിൽ ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം സൺഡേ വീഡിയോ ഇല്ലായിരുന്നു. സാറ്റർഡേയിലത്തെ വീഡിയോയിൽ ഒരു മിനിറ്റ് ഞാൻ ഈ നെറ്റ് ഒന്ന് ബന്ധാക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിലരൊന്നും വീഡിയോ കണ്ടില്ല, മൊത്തവും അതിൻ്റെ റിപ്ലൈ വന്നില്ല. അവിടെ അവർ ഭയങ്കര വേള, എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ, അതുകൊണ്ട് സൗണ്ട് ഇവിടെയൊക്കെ ഭയങ്കരം. AC ഇപ്പോൾ സർവീസിങ് ചെയ്തിട്ട് പോയേ ഉള്ളൂ. ഇപ്പോൾ 9 മണിയായി. ആ കൊച്ചൻ ലേറ്റായിട്ട് സ്ഥിരം ഈ കൊച്ചനെ ഞങ്ങൾ വിളിക്കുന്നത്, അതുകൊണ്ട് അവൻ ചെയ്തിട്ട് പോയാൽ ലേറ്റായാലും വരാമെന്നും പറഞ്ഞു. ഇവിടെ കണ്ടു എൻ്റെ മുടി ഇങ്ങനെ കുറുങ്ക. അപ്പോൾ അത് കഴിഞ്ഞ് ഒത്തിരിയും പേര് കമൻറ്റ് ഇട്ട് കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു, സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, ഗുജറാത്തിലാണ് താമസിക്കുന്നത്. പേര് ഞാനങ്ങ് മറന്നു. പുള്ളിക്കാരിയുടെ മോൻ്റെ പേര് അഖിൽ എന്നാ, കാനഡയിലാണ്. അപ്പം കമൻറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പറഞ്ഞു. പിന്നെ മുംബൈ അച്ചാൻ എന്നും പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയും, ദീപ മക്കള് വീഡിയോ കാണുമെന്ന്, മുംബൈയിലെ ആൻറ്റിയുടെ വീഡിയോ എന്നും പറഞ്ഞാൽ കാണുന്നതെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് സന്തോഷം. വലിയൊരു മാത്രമല്ല, മക്കളെന്ന് പറഞ്ഞാൽ പിന്നെ 9 വയസ്സുള്ള ഒരു കുഞ്ഞ് കാണുന്നെന്ന് എന്നാലും പറഞ്ഞായിരുന്നു. ഇത് കുട്ടികൾക്കൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട്. ഓരോ ദിവസവും പിന്നെ ഇങ്ങനെ പോകുന്നു. അപ്പം ശനിയാഴ്ച ഒരു കമൻറ്റ് വന്നായിരുന്നു. ആരുടെയാണ്? അഖിലിൻ്റെ. ചേച്ചി ഒത്തിരി ഫേമസാ, ചേച്ചിക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട്, അതിൻ്റേതായ ഒരു അഹങ്കാരവും ചേച്ചിക്കില്ല, പാകിസ്ഥാനികളുമായിട്ടല്ലേ കൂട്ടെന്ന്. അവന് തമാശയായിട്ട് പറയൂ. അന്നേരം ഞാൻ അനുഭവിച്ച വേദന എൻ്റെ ദൈവമേ. ഞങ്ങൾ അന്ന് രാത്രി തന്നെ റീച്ച വന്നു കഴിഞ്ഞ് ഈ മൊബൈലും കൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ. അത്ര 11:30 കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പം ആ പോലീസുകാരനെല്ലാം ചോദിച്ചു. അപ്പം പുള്ളി കയറിയവാ, എന്തോ ചെയ്യാനാണ്, ഇപ്പോഴും ഇങ്ങനെയുള്ള ഫ്രോഡ് ഫോണുകൾ ഒത്തിരിയും വരുന്നുണ്ട്. പുള്ളിക്കാരനും ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് നാൾ മുമ്പിട്ട്. പിന്നെ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ വന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് പറയും, ഇങ്ങനെ എല്ലാം അവർ അതിന് ഡിസിഷൻ എടുക്കും. അല്ലാതെ പലരുടെയും കയ്യിൽ നിന്ന് അറിയാൻ വയ്യാത്തവരും ഇങ്ങനെയൊക്കെയുള്ളവർ പൈസ ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, അതങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അപ്പം ഞങ്ങൾ ചെന്നപ്പം എന്തോ അടിപിടി കേസ് കുറേ പേരവിടെ വന്ന് കുടിച്ചിട്ടൊക്കെ. ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഒന്ന് 11:30-12 മണിയായി. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു പോലീസ് സ്റ്റേഷന്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു, അതൊക്കെ ബ്ലോക്ക് ചെയ്തു. എന്തൊക്കെ സംഭവങ്ങളല്ലേ. മനുഷ്യർക്ക് ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഓരോ ദിവസം പോകുന്തോറും ഈ ടെക്നിക്കൽ ഇപ്പം ദിവസം തോറും എന്തെല്ലാമാ ടെക്നിക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഓരോരോ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം എന്നോട് ബ്രദറും പറയുമായിരുന്നു, പിള്ളേരോട് പറയണം ഗെയിമൊന്നും ഡൗൺലോഡ് ചെയ്യല്, വേണ്ടാത്ത ആപ്പിലൊന്നും കയറിപ്പോയി ഡൗൺലോഡ് ചെയ്യല്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററികളൊക്കെ ഓരോരുത്തർ ചോർത്തിയെടുക്കുന്നതെന്നൊക്കെ. എല്ലാവർക്കും അതൊരു പേടിയായിപ്പോയി. അമ്മ എന്നോട് പറയുമായിരുന്നു, എൻ്റെ കൊച്ചെ നിനക്ക് ഇത്രയും ധൈര്യം എങ്ങനെ കിട്ടി? നീ ഒന്ന് പറഞ്ഞ 2 കരയുന്ന ആളാണല്ലോ, ആ സമയത്ത് നിനക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടിയെന്ന്. സത്യം പറയാൻ ദൈവം പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. ബെൻസിയും പറയുമായിരുന്നു, ഉച്ചോളെ ഞാനാന്നേലും അന്നേരം പതറിപ്പോകുമായിരുന്നു ഉച്ചോളേന്ന്. ആ സമയത്ത് ഞാൻ പറയും, എൻ്റെ മോനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ മനസ്സിലായി ഇവർക്ക് എന്തോ അറിയാമെന്നുള്ള ഇത്. എന്തൊക്കെ സംഭവങ്ങൾ. ഇപ്പോൾ പിള്ളേരെ തന്നെ വിടാൻ പറ്റുമോ? ഇപ്പം തന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് തന്നെ വരാൻ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 1 കോടിക്ക് നാട്ടിലായിരുന്നു കൊച്ചുങ്ങളെ പിടിത്തോണ്ട് പോക്കാം. ഇപ്പം ഇനി അടുത്ത ഇതായിട്ട് ഇവന്മാർ ഈ പാവങ്ങളെ ഇങ്ങനെ പിടിക്കാതെ പോയി അധ്വാനിച്ച് ജീവിക്കണം. ഇങ്ങനെയുള്ള പണികൾ നടക്കാതെ. ഇപ്പം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ വീഡിയോയും ഈ വീഡിയോയും 2 ദിവസത്തെ വീഡിയോ കേട്ടോ. അതിപ്പോൾ ഒന്ന് ഒരുമിച്ചങ്ങ് ഇടാം. ഓക്കെ. ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഇഡലി തട്ടിൽ ഒഴിച്ച് ഇഡലി ഉണ്ടാക്കാനായിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പുറത്തെ സൈഡിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡലിയും ദോശയും.
ഇഡലി ഞാനൊന്ന് തുറന്ന് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ നല്ലതായിട്ട് കുറേയും കൂടെ വേവാനുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊന്നും ചേർത്തില്ല. ഇന്ന് അരി ഉഴുന്നും മാത്രമേ ചേർത്തുള്ളൂ. അതുകൊണ്ട് അവന്മാർക്ക് നല്ല സന്തോഷമായിരിക്കും. പക്ഷേ ഗുണം മറ്റേതാണെന്നല്ലേ. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്കും ഇഡലിക്കും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഇതുണ്ടാക്കുമ്പോഴത്തേക്കിന് അതുകൂടെ ഒന്നെടുത്ത് ചൂടാക്കിയാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആൻറ്റി, എൻ്റെ സബ്സ്ക്രൈബറാണ്, പേഴ്സണലായിട്ട് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടായിരുന്നു. ബിജി, ഈ സ്റ്റോണിന് അനുഭവം ഉള്ളതാ ആൻറ്റിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോന് ഇതുപോലെ സ്റ്റോണായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ആരോ ഒരു പരിചയക്കാർ പറഞ്ഞ് നമ്മുടെ വാഴപ്പിണ്ടി നീരുണ്ടല്ലേ, വാഴപ്പിണ്ടി, അതിൻ്റെ നീര് വെറും വയറ്റിൽ കുടിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് ഇവിടുന്നോ ഇങ്ങനെ വാഴപ്പിണ്ടി കിട്ടി. ആദ്യത്തെ ദിവസം കുടിച്ചപ്പോഴേ ആ വയറ്റുവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നെന്ന്. 3 ദിവസം കുടിച്ചിട്ട് പോയി ഡോക്ടറെ അടുത്ത് പോയി. അപ്പം ഡോക്ടർക്ക് തന്നെ അതൊരു മഹാരാഷ്ട്രൻ ഡോക്ടറായിരുന്നെന്ന് തോന്നുന്നു, മലയാളിയല്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചെന്ന് ഇങ്ങനെ വല്ലതും ചെയ്തോന്ന്. അവർക്കറിയായിരുന്നു ഇങ്ങനെ ചെയ്താലൊക്കെ മാറുമെന്ന്. പക്ഷേ അവരാരേലും പറഞ്ഞു കൊടുക്കുമോ? അവർക്ക് കിട്ടുന്ന പൈസ ഒരു ഓപ്പറേഷൻ ചെയ്താൽ എത്ര രൂപ കിട്ടും? അപ്പം ഞാനും ഇങ്ങനെ നോക്കുന്നുണ്ട് വാഴപ്പിണ്ടി എവിടെയെങ്കിലും കിട്ടുന്നു. ഇവിടെങ്ങും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. ബൈ ചാൻസ് ഈ വസായി സൈഡിലുള്ള രാജ്യക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉണ്ടോ എന്നങ്ങനെ ഒന്ന് നോക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞോണ്ടേ പ്രൈസമോൻ തന്നെ ഇവിടെ നിന്ന് മൊബൈൽ ഇങ്ങനെ കാണിക്കുന്നതിനേക്കായി ഞാൻ പറഞ്ഞ് അടുക്കളയിൽ നിന്നാൽ എനിക്ക് കാണാം. നേരെ ഓപ്പോസിറ്റുള്ള അവിടെ പോയി ഇങ്ങനെ, അവിടെ ഇത്തിരി തണലുണ്ട്, വെയിലില്ല, അവിടെ പോയി ഇങ്ങനെ കളിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ജനലിൽ കൂടെ കൈയിട്ട് കാണിക്കും. അവനും അവിടെ നിന്ന് നോക്കും. എന്നിട്ട് കുറച്ച് നേരമൊക്കെ കിടന്ന് കളിച്ചിട്ട് ഇങ്ങനെ കയറിപ്പോരുന്നു. കാരണം ഫുൾ ടൈം വീട്ടിൽ ഇരുന്നേ തന്നെ വിടാനും ഇപ്പം നമുക്ക് പേടിയില്ലേ. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നിന്ന് കളിച്ചോണം, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാർഡനിൽ പോകണ്ടെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ പാത്രം കഴുകൊക്കെ ആയിരുന്നു, അതും ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. പിന്നെ കുറച്ച് മത്തി, അന്ന് വാങ്ങിച്ച മത്തിയേ ഒരു വാട്ട ഞാൻ ഇപ്പോൾ എടുത്ത്, കുഞ്ഞൻ മത്തിയാണ്, അത് തോരൻ വയ്ക്കാനായിട്ട് അതൊന്ന് വെട്ടാനായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ കുഞ്ഞു മത്തി നമുക്ക് തോരൻ വെക്കാൻ നല്ലതാണ്. അപ്പം വെട്ടിയെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സിന് ജൂലിയ, ഹിന്ദി പാഠശാല, ഇവർക്കൊക്കെ ഈ മീൻ വെട്ടുന്നത് കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആ പാത്രത്തിൻ്റെ അതെടുത്തൊക്കെ അങ്ങ് മാറ്റി. കാരണം മീൻ ചെതുമ്പൽ തെറിക്കുന്നുണ്ട്. പാത്രം കഴുകി വെക്കുന്നതേ അത് അങ്ങോട്ടൊന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്ത് പോയിരുന്ന് വെട്ടാം. ഇവിടെ ആകുമ്പോൾ നമുക്കിങ്ങനെ അടുക്കളയിലൊക്കെ അല്ല നിന്ന് വെട്ടാൻ പറ്റും. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കാണിക്കുന്ന ഞങ്ങളന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു അവിടെ നിന്ന് വീഡിയോ ഇങ്ങനെ എടുക്കാൻ. പോലീസിൻ്റെ ഒന്നും എടുത്തില്ല. അതിൻ്റെ അകത്ത് നിന്ന് ഒരു പോലീസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാനങ്ങ് നിർത്തി. ഇനി എന്നെയും കൂടെ പിടിച്ചകത്തിടുമോ എന്നുള്ള പേടി. അവരുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തോണ്ടെങ്കിൽ പോരുന്നു. ഞാൻ അടുക്കളയിൽ നിന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പാട്ടും മേളവും. അപ്പോൾ പോളുമോൻ അവിടെ ഇരുന്ന് പഠിക്കുക. ഇവൻ ഈ പാട്ട് ഒരു ഹിന്ദി പാട്ടാണ്, ക്രിസ്ത്യൻ പാട്ട്. കുറേ ദിവസം കൊണ്ട് ഇതിൻ്റെ പുറകെയാണ്. അപ്പം ബാറ്റെടുത്ത് ഗിത്താർ അവിടെ ഇരിപ്പുണ്ട്, പോൾ എടുക്കാൻ സമ്മതിക്കത്തില്ല, എൻ്റെ സ്ട്രിങ് നളിവും പൊട്ടിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് അവൻ അതും കണ്ടിട്ടിരുന്ന് പാടുക. അപ്പോൾ ആദ്യം ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുന്നുണ്ട്. ആദ്യം പറഞ്ഞു ഇല്ല നിർത്തുമെന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, മോൻ ചെയ്യുന്നത് പോലെ ചെയ്തോ, അമ്മയൊന്ന് വീഡിയോ എടുത്ത് ഇടുന്നേ ഉള്ളെന്ന്. ഇവൻ പെട്ടെന്ന് ട്യൂണ് പഠിക്കും, മലയാളം ആണെങ്കിലും എന്താണെങ്കിലും. ഇനി ഞാൻ മീൻതോറിന് വേണ്ടി തേങ്ങ, ഇതിൻ്റെ അകത്തും ഇത്രയും ഇഞ്ചി ഒന്ന് അരയ്ക്കുന്നുണ്ട്. പിന്നെ
ബാക്കി ഇഞ്ചി ഞാൻ കൊത്തി അരിയുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് അരച്ചെടുക്കാം. അവിടെ പ്രൈസമ്മോൻ്റെ കഴിഞ്ഞിട്ട് പോൾമോനായിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ബഹളം എൻ്റെ കയ്യിൽ നിന്ന് അച്ചാച്ചൻ വാങ്ങിച്ചെന്നും പറഞ്ഞവിടെ ഭയങ്കര കരച്ചിൽ. ഞാൻ പറയും കുറച്ച് നേരം അച്ചാച്ചനൂടെ കിടന്ന് ചാടിക്കോട്ടെ. അപ്പം അതിൻ്റെ ബഹളം. പോൾമോൻ ചില സമയത്ത് കൊച്ചു പിള്ളേരേക്കായി കഷ്ടമാണ്. പുളി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഞാൻ ഇതിൽ അരച്ചായിരുന്നു ഇഞ്ചി, പിന്നെ കുറച്ചുകൂടി ഇഞ്ചി, പച്ചമുളക്, സവാള. ഞാൻ പീരക്കകത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സവാള ചേർക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഞാൻ അതിൻ്റെ അകത്ത് അരയ്ക്കുകയും ചെയ്ത് കുറച്ച് ഇതിൻ്റെ അകത്തും ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലേക്ക് ഒന്ന് കഴുകിയതാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കട്ടെ. അപ്പം മീൻതോരനുണ്ടെങ്കിൽ ഇവിടെ പ്രൈസമോൻ അതിൻ്റെ അകത്ത് ആ പീര മാത്രമേ കൂട്ടൂ. അവന് ഞാൻ പറഞ്ഞില്ലേ മുള്ള് പേടിയായതുകൊണ്ട് ഞാനെന്നാ വാലിൻ്റെ അവിടെ അത്ര മുള്ളില്ലല്ലോ, അത് കൊടുക്കാമെന്ന് വെച്ചാലും അതും അവൻ എങ്ങനെയും ഇല്ല. മായ സത്യം പറയും, ചേച്ചി എൻ്റെ മോനും അതുപോലെ എങ്ങനെയും നാക്കിന്ന് അവൻ ഉഴപ്പിയെടുക്കും. പോൾമോൻ പക്ഷേ ഒരു കുഴപ്പമില്ല, അവൻ ഇതൊക്കെ കൊച്ചിലെ അങ്ങ് തിന്നും. വറുത്തതാന്നേലും കൊച്ചവൻ തിന്നത്തില്ല, അവന് പേടിയാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഇപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് അങ്ങനെ റൈസ് കഴിക്കാറില്ല. ഇങ്ങനെ ഇപ്പം മീൻ തോരനായതുകൊണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചു. തോരനുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട, ഒരു ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറവുണ്ട് ഇപ്പം. അതിൽ ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഒത്തിരി കുറവുണ്ട്. ഞാൻ ആ മീൻ വെട്ടിക്കഴുകി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇത്തിരി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് അതെല്ലാം കൈ കൊണ്ട് നമ്മുടെ അരപ്പെല്ലാം നന്നായി ഞെവിടിയതിന് ശേഷം മീനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് നമ്മുടെ ആ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിക്കാം. ചിലപ്പോൾ മുളക് പൊടി ചേർക്കും, പക്ഷേ ഇപ്പം ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പുളിയുടെ വെള്ളമൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട്, അതുകൂടൊക്കെ ഒരു ഇച്ചിരിച്ച, ഒത്തിരി ആക്കുന്നില്ല, ഇച്ചിരിച്ച ഒന്ന് ചേർത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ മീനൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ മീൻ തോരനൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ മുകളിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് നിർത്താം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.